ഈ വർഷത്തെ മമ്പുറം ആണ്ട് നേർച്ചയ്ക്ക് ബുധനാഴ്ച മുതൽ തുടക്കമാവും. മമ്പുറം കുത്തുബ് സമാൻ അലവി തങ്ങളുടെ 188ാമത് ആണ്ട് നേർച്ചയാണ് 17-ന് ആരംഭിക്കുക. ബുധനാഴ്ച അസർ നമസ്കാരാനന്തരം മക്കാമിൽ വെച്ച് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സിയാറത്തും കൂട്ടപ്രാർത്ഥനയും നടക്കും. ശേഷം സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടി ഉയർത്തുന്നതോടെ ഒരാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന ആണ്ടുനേർച്ചയ്ക്ക് ആരംഭമാവും. രാത്രിയിലെ മജ്ലിസ് ഉന്നൂർ ആത്മീയ സദസ്സിന് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സാരഥ്യമേകും. വ്യാഴാഴ്ച രാത്രിയിലെ മമ്പുറം സ്വലാത്തിന് കോഴിക്കോട് കാളി മുഹമ്മദ് കോയ തങ്ങൾ ജമലുലൈലി നേതൃത്വം നൽകും. വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ രാത്രി 7:30-ക്ക് മതപ്രഭാഷണങ്ങൾ നടക്കും. 19-ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പരമ്പര ഉദ്ഘാടനം ചെയ്യും. അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രഭാഷണം നടത്തും. ജൂൺ 20-ന് രാവിലെ 10-ന് സംഘടിപ്പിക്കുന്ന ചരിത്ര സെമിനാറിലെ 1ാം സെഷൻ മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്യും. പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. ഉച്ചയ്ക്ക് 2-ന് ഹിസ്റ്ററി കോൺഫറൻസ് ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംസാരിക്കും. 21-ന് ഖുറാനിക് ഡയലോഗ് എന്ന പേരിൽ ഖുറാൻ കോൺഫറൻസ് നടക്കും. 23-ന് രാത്രി മമ്പുറം തങ്ങൾ അനുസ്മരണവും ഹിഫ്ള് സന്നദ്ധാനവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിക്കും. സമാപന ദിവസമായ 24-ന് രാവിലെ 8 മണി മുതൽ നടക്കുന്ന 1 ലക്ഷത്തിലധികം പേർക്കുള്ള അന്നദാനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. അപ്പോൾ മമ്പുറം ആണ്ട് നേർച്ച നാളെ തുടങ്ങാം. നാളെ വൈകിട്ട് 4 മണിക്ക് സയ്യിദ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് തുടക്കം. പരിപാടികളൊക്കെ റിലീസിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതേപോലെ നാളെ വ്യാഴാഴ്ച, എല്ലാ വ്യാഴാഴ്ചയും നടന്നു വരുന്ന ഒരു പരിപാടിയുണ്ട്, സലാത്ത്. അത് സന്ധ്യക്ക് ശേഷമാണ്. 6 മണി 7 മണി സമയത്താണ് തുടക്കം. അതിന് കോഴിക്കോട് കാളി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി തങ്ങളാണ് അതിന് നേതൃത്വം. പിന്നെ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ദൈനംദിന മതപ്രഭാഷണ പരിപാടികൾ നടക്കും. അതിൽ പാണക്കാട്ടിൽ നിന്നുള്ള തങ്ങന്മാരും അധ്യക്ഷൻ ആയിരിക്കും, ഉദ്ഘാടകനായിരിക്കും. പിന്നെ പ്രഭാഷണം നിർവഹിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രഭാഷക പണ്ഡിതന്മാരെ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജൂൺ 20-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മലബാറിന്റെ ജാതി വിരുദ്ധ മുന്നേറ്റങ്ങളും മമ്പുറം തങ്ങന്മാരും എന്ന വിഷയം. ജാതി വിരുദ്ധ മുന്നേറ്റത്തിന് പ്രത്യേക പ്രസക്തിയുള്ള വിഷയമാണ്. മമ്പുറം തങ്ങൾ, അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ ആ വിഷയത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ടുള്ള ചരിത്ര സെമിനാറും അതില് മന്ത്രി ഷാജി ഉദ്ഘാടനം ചെയ്യും. മറ്റ് പ്രമുഖ വ്യക്തികളൊക്കെ പങ്കെടുത്ത് പേപ്പർ സബ്മിഷൻ നടത്തുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം നേർവഴിയുടെ നാൾവഴി എന്ന സന്ദേശവുമായിട്ട് സുന്നി മഹൽ ഫെഡറേഷൻ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി പരിപാടി നടക്കുന്നുണ്ട്. സുന്നി മഹൽ ഫെഡറേഷൻ ആണ്, ജില്ലാ കമ്മിറ്റിയാണ് ധാരാളക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുന്നി മഹൽ ഫെഡറേഷൻ അഥവാ SMS എന്നതിന്റെ ചുരുക്കം ആ ഹിസ്റ്ററി കോൺഫറൻസ് നടക്കുന്നുണ്ട്. അത് അബ്ദുസമദ് സമദാനി MP ആണ് ഉദ്ഘാടനം ചെയ്യുക. മറ്റു പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. 21-ന് ഞായറാഴ്ച രാവിലെ മമ്പുറത്ത് അവിടെ ഈ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സെന്റർ, ഖുർആൻ മെമ്മറൈസേഷൻ സെന്റർ, അവിടെ പഠനം പൂർത്തിയാക്കിയ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും പിന്നെ അത് നിശ്ചിത തവണ ആവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതും പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കാണ് കോൺവൊക്കേഷൻ ഉണ്ടാകുക, ബിരുദം നൽകുക. ആ പരിപാടി നടക്കുന്നുണ്ട്. 9 ആളുകളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിച്ച ആളുകൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് ധാരാളം സൗകര്യം ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ വരുന്നത്. അതില് പിന്നെ പ്രാർത്ഥനാ സദസ്സ് നടക്കുന്നുണ്ട്. അതിന് കോഴിക്കോട് കാളി അബ്ദുൽ നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ അതിന് നേതൃത്വം നൽകും. 24-ാം തീയതി ബുധനാഴ്ചയാണ് സമാപനം. അന്ന് രാവിലെ 8 മണിക്ക് ലക്ഷത്തിലധികം ആളുകൾക്ക് അന്നദാനം നിർവഹിക്കുന്ന പരിപാടി ഉണ്ടാകും. അത് തയ്യാറാക്കൽ ദാറുൽ ക്യാമ്പസിൽ വെച്ചാണ്. രാവിലെ 8 മണി മുതൽ തന്നെ തുടങ്ങിയിട്ട് ഏകദേശം 2 മണി 3 മണി വരെയുള്ള സമയത്തൊക്കെ വിതരണം നടത്തുന്നുണ്ട്. അതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രി
പങ്കെടുക്കുന്നുണ്ട്. മറ്റു സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിന് നേതൃത്വം നൽകും. മറ്റു പ്രമുഖ വ്യക്തികൾ ഇതിൽ പങ്കെടുക്കും. മമ്പുറം തങ്ങന്മാരുടെ കുടുംബത്തിൽപ്പെട്ട പിന്നെ അബ്ദുറഹ്മാൻ ജിഫരി കോഴിക്കോട്, പിന്നെ ആബിദ് ഹുസൈൻ തങ്ങൾ MLA തുടങ്ങിയവരൊക്കെ ഇതിൽ പങ്കെടുക്കും. ഉച്ചക്ക് 1:30 സമാപന പ്രാർത്ഥന നടത്തും. അത് 1:30 തുടങ്ങുക. അതിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങളാണ് നേതൃത്വം നൽകുന്നത്. പിന്നെ എല്ലാ ദിവസവും ഉച്ചക്ക് 1-1:30 മണി സമയത്ത് മൗലിദ് പാരായണം, വൈകുന്നേരം 4 മണിക്ക് ആത്മീയ സദസ്സും, വ്യാഴം, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ രാവിലെ 10:30 മുതൽ 11:00 വരെ ഇഷ്ട് മജ്ലിസും നടത്തും. ഇത്രയും പരിപാടികളാണ് പ്രധാനമായി. ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, മുഹമ്മദ് ഷാഫി ഹാജി ചെമ്മാട്, CK മുഹമ്മദ് ഹാജി പുകയൂർ, മുഹമ്മദ് കബീർ ഹാജി ഓമച്ചപ്പുഴ, ഹംസ ഹാജി മുനിയൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.